പുകയില്ലാത്ത അടുപ്പുകൾക്ക് ശേഷം അടുക്കളയ്ക്ക് ഇത്രയേറെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ടില്ല, ഇനി ഇറങ്ങൂല്ല. പൊതുവെ ഇതിന്റെ ഒരു നിലവാരം എന്താണെന്ന് അറിയാത്ത കാരണം കൊണ്ട് ഒരുപാട് ബാഡ് കമന്റ്സ് ഇതിന് വരുന്നുണ്ട്. കുറച്ചൊക്കെ ബഹുമാനം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അറിവില്ലായ്മയാണ്. ഈ ഒരു മെറ്റീരിയലിന്റെ പ്രത്യേകത എന്താ അറിയോ? ഇപ്പൊ നമ്മൾ പുതിയ പെരക്ക് എടുത്തുങ്ങാണ്ട് അതിൽ കൊണ്ടുപോയി ടൈൽസ് ആയിട്ട് അടുപ്പുണ്ടാക്കും. ഒരു 3-4 കത്തിക്കലുണ്ട് കഴിഞ്ഞു കഴിഞ്ഞാല് അടുപ്പ് വേറെ ചെമ്പട്ടി വേറെ എടുത്ത് കാണാൻ പറ്റും അല്ലെ? അത് നിങ്ങൾ ഇനി ദുനിയാവിൽ എത്ര വലിയ ഡിറ്റർജന്റ് ഇട്ട് കഴിയാലും ആ ടൈൽസ് വെളുക്കൂല, അത് ആ കളർ തന്നെ അവിടെ കിടക്കും. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് നിങ്ങൾ ഇങ്ങനെ എന്നും കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. 3-4 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 3-4 ആഴ്ച കൂടുമ്പോഴോ രാത്രി ഇത്തിരി ആർപ്പിക്ക് എടുത്താണ്ട് ഒന്ന് കുടഞ്ഞിടാം. പിറ്റേന്ന് രാവിലെ ഒരു കോട്ടന്റെ തുണി എടുത്താൽ ഇങ്ങനെ നമുക്ക് തുടച്ചാല് വെള്ളാരം കല്ല് മിന്നണമാതിരി മിന്നുന്നത്. അതുപോലെ തന്നെ ഈ മഴക്കാലത്തൊക്കെ ഈ അടുപ്പ് കത്തിങ്ങിട്ട് വരാനുള്ള പാട് പോരാത്തിന് നേരം വെളുക്കുമ്പോ തന്നെ ഈ വെണ്ണീർ കോരിയെടുക്കല് അല്ലേ, അതിനൊക്കെ ഉത്തമ പരിഹാരമായിട്ടാണ് നമ്മളെ ക്ലോസ് അടുപ്പ് വന്നിട്ടുള്ളത്. ഇതിന്റെ പിന്നെ കണ്ടിട്ട് നിങ്ങൾ എസ് പോലത്തെ ഒരു ഭാഗം അതിനിവിടെ ഒരു ടോപ്പ് ഉണ്ടാവും. ആ ടോപ്പ് ഇങ്ങോട്ട് ഊരിങ്ങാണ്ട് ഇവിടുന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുക, അപ്പുറത്ത് കൂടെ വന്നോളും. അല്ലാതെ ഇങ്ങനെ അടുപ്പത്തുനിന്ന് കറി കോരിയെടുക്കണ മാതിരി വെണ്ണൂറ് കോരിയെടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു കാര്യം കൂടി, ഇപ്പൊ ഇതിനെ പറ്റിയിട്ട് ആർക്കും അങ്ങോട്ട് വലിയ ധാരണ ഇല്ല. ഇപ്പൊ ഓരോ പീസ് വാങ്ങി വെച്ചോളി. ഇനി ഇതെങ്ങാനും എല്ലായിടത്തും കത്തി കഴിഞ്ഞാല് പൊന്നും വില കൊടുക്കേണ്ടി വരും.